തീജ്വാല കണ്ടപ്പോഴേക്കും നരകമോർക്കുന്നവർ. അതുകൊണ്ടാണല്ലോ സൂര്യകോളം നോക്കിയിട്ട് മുഅ്മിനീങ്ങൾ പറയേണ്ടത് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അല്ലാഹുവേ, നീ തീജ്വാലകളായ ഗോളങ്ങൾ വെറുതെ പടച്ചതല്ലല്ലോ റബ്ബേ. എല്ലാ ഗോളങ്ങളും കത്തുകയാണ്. ഭൂമി കത്തുന്നില്ല. ഏതാനും ചില ഗ്രഹങ്ങൾ ഒഴിച്ച് നക്ഷത്രങ്ങളൊക്കെ കത്തുകയാണ്, കത്തിപ്രകാശിക്കുന്നവയാണ്. ഹൈഡ്രജനും ഹീലിയവും തമ്മിലുള്ള പ്രോസസ്. സൂര്യഗോളത്തിനുള്ളിൽ മില്യൺ ബില്യൺ കണക്കിന് കൊല്ലങ്ങളായി ഇവിടെ സൂര്യപ്രകാശം നൽകുന്ന സൂര്യഗോളം തീജ്വാലകളാണല്ലോ റബ്ബേ. തീജ്വാലകളെ ആകാശത്ത് ഞങ്ങൾക്ക് വേണ്ടി പടച്ചു തന്ന റബ്ബേ, നീ തന്നെയാണല്ലോ നിന്നെ അനുസരിക്കാത്തവരെ കൊണ്ടുപോയിടുന്ന നരകവും പടച്ചത്. അല്ലാഹുവേ, റബ്ബനാ ഫഖിനാ അദാബന്നാർ. സൂര്യഗോളത്തെ നോക്കി പറയേണ്ടത് റബ്ബേ, ഞങ്ങളെ നരകത്തിൽ നിന്നും കാക്കേണമേ എന്ന് ദുആ ചെയ്യേണ്ടവരാണ് നമ്മൾ. സൂര്യഗോളം കാണുമ്പോൾ നരകം ഓർമ്മ വരണം. പ്രപഞ്ചത്തിൽ ഒരുപാട് ഗോളങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്നവയാണ്. ബിഗ് ബാങ്ങിന് ശേഷം, മഹാവിസ്ഫോടനത്തിന് ശേഷം കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന തീജ്വാലകളാണ്. ഒരുപാട് ഗ്രഹങ്ങൾ, ഒരുപാട് ഗോളങ്ങൾ കത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിൽ അങ്ങനെ എരിഞ്ഞ് പൊരിഞ്ഞ് തീജ്വാലകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നരകത്തിന്റെ കഷ്ണം പോലെ തീജ്വാലയായി നിൽക്കുന്ന തീച്ചൂളയാണല്ലോ നമ്മൾ കാണുന്ന സൂര്യൻ എന്ന് പറയുന്നത്. മില്യൺ കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് അള്ളാഹു കൊണ്ടുപോയി വെച്ചപ്പോൾ നമുക്കതിന്റെ വലുപ്പം ചെറുതായി കാണുന്നു. എത്ര ദൂരെയാണത്, എന്നിട്ടതിന്റെ ചൂട് എത്രയാണ്? അങ്ങനെയാണെങ്കിൽ സൂര്യഗോളത്തോടടുക്കുമ്പോൾ എന്തായിരിക്കും ചൂട്? അല്ലാഹുവേ, സത്യവിശ്വാസികൾ, മുഅ്മിനീങ്ങൾ, ഉലുൽ അൽബാബ്, ബുദ്ധിമാനികളായ ആളുകൾ പ്രപഞ്ചത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ, നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിന്നോട് ചോദിക്കുന്നത് ഫഖിനാ അദാബന്നാർ, നരകത്തിൽ നിന്നും ഞങ്ങളെ കാക്കണേ എന്ന് ചോദിക്കുന്നവരാണ് അവര്. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു രാത്രി എന്തെന്നില്ലാത്ത കരച്ചിൽ കേട്ടപ്പോ ആളുകളെല്ലാം ഓടി വന്നു സമാധാനിപ്പിക്കാൻ. എന്താണ് വിഷയം? മുഹമ്മദ് ബിൻ മുൻകദിർ തങ്ങളോട് വല്ലാത്ത കരച്ചിലാണ്, വിഷമമാണ്. അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മഹാനായ അല്ലാമ അബൂ ഹാസിം റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ടുവന്നു. ഒരു സുഹൃത്തായിക്കൊള്ളട്ടെ സമാധാനിപ്പിക്കാൻ. സുഹൃത്ത് അബൂ ഹാസിം റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നു. തന്റെ കൂട്ടുകാരൻ മുഹമ്മദുൽ മുൻകദിറിനെ സമാധാനിപ്പിക്കാനാണ്. ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? എന്താ നിങ്ങൾ കരയാൻ കാരണം? അബൂ ഹസിം എന്നവർ ചോദിച്ചപ്പോ മറുപടി വരുന്നു, ഖറഅതു ഖൗലഹു തആല, സൂറത്തു സുമറിലെ ഒരായത്ത് ഞാൻ ഓതിയതാണ് വിഷയം. വബദാലഹും മിനല്ലാഹി മാ ലം യകൂനൂ യഹ്തസിബൂൻ. വബദാലഹും മിനല്ലാഹി മാ ലം യകൂനൂ യഹ്തസിബൂൻ. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വിചാരണക്ക് ചെല്ലുമ്പോൾ പ്രതീക്ഷിക്കാത്തത് അവർക്ക് കിട്ടുകയുണ്ടായി എന്ന് പറഞ്ഞപ്പോ, റബ്ബേ, രക്ഷപ്പെടുമെന്ന് വിചാരിച്ച നാൾ റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ രക്ഷപ്പെടാതിരിക്കുമോ? അള്ളാഹു പുറത്തു വരുമെന്ന് വിചാരിച്ചു നോക്കുമ്പോ തൗബ അള്ളാഹു സ്വീകരിച്ചിട്ടില്ലയോ? അള്ളാഹുവിന്റെ മുമ്പിൽ സ്വർഗലോകം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെന്നപ്പോൾ നരകം നൽകപ്പെടുന്ന അവസ്ഥകൾ. ഈ വിവരം അള്ളാഹു പറയുന്ന സൂറത്ത് സുമറിന്റെ ആയത്തോതിയപ്പോഴാ മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു കരച്ചു നിർത്താൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞു പോയത്. കാണാത്തത്, പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുമോ? രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നു, പക്ഷേ രക്ഷ കിട്ടിയില്ലെങ്കിലോ? ഇത് പറഞ്ഞപ്പോഴാണ് മഹാനായ അബൂ ഹസിം റളിയല്ലാഹു തആല അൻഹു അവരുടെ കൂടെ ഇരുന്ന് കരയാൻ തുടങ്ങി. രണ്ടുപേരും കരച്ചിലായി. കൂട്ടുകാർ ഓടി വന്ന് പറഞ്ഞു, അബൂ ഹസ്മേ, നിങ്ങളെ കൊണ്ടുവന്നത് ശൈഖ് അവറുകൾക്ക് ഞങ്ങളുടെ വാപ്പയെ സമാധാനിപ്പിക്കാനാണ്. നിങ്ങളും വന്ന് കരയുകയാണോ? രണ്ടുപേരും കൂട്ടക്കരച്ചിലായി. വിശുദ്ധ വചനമോർത്തുള്ള അള്ളാഹുവിന്റെ ദീനിന്റെ ആശയങ്ങളെ ഓർത്ത് കരയുന്നവർ.